ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കിപ്പം കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും ഞങ്ങൾ താമസിക്കുന്ന ഉത്തരാഖണ്ഡും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് ഞങ്ങളെ ഉത്തരാഖണ്ഡ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇതാണ് സായിബാബ അമ്പലം കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ക്രോസ് ചെയ്ത പാട് സായിബാബേൻ്റെ അമ്പലമാണ്. ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും വന്ന് വിളക്ക് കത്തിക്കും. പിന്നെ സായിബാബക്ക് പ്രസാദമെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഇവിടെ അന്നദാനം കാര്യങ്ങൾ അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ വീട്ടിൻ്റെ ഇത്ര അടുത്താണ് സായിബാബേൻ്റെ അമ്പലം. ഓക്കെ, അപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് വൂളൻ്റെ തൊപ്പി, ഷാള് അതെല്ലാം വെക്കുന്നതാണ് കാണുന്നത് റോഡ് സൈഡിൽ ചെറിയ ഉന്തുവണ്ടിയിൽ. ഇത് മെഡിക്കൽ ഷോപ്പും അമ്പലം കഴിഞ്ഞ് ഇവിടെ മെഡിക്കൽ ഷോപ്പ്. ഇത് ഞങ്ങളെ കടല വറുക്കുന്ന സ്ഥലം. ഇത് ഞങ്ങൾ പൊരിയൊക്കെ വാങ്ങിക്കുന്ന സ്ഥലം. ഇത് ആ സമയത്ത് വിശേഷം ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ ടെൻ്റ് ഇട്ടിട്ട് പൊരിയും കാര്യങ്ങളൊക്കെ വെക്കും. ഇത് കണ്ട, ഇത് അനാദിക്കട, കുഞ്ഞു കുഞ്ഞു കടകൾ, ഒരു മാർക്കറ്റാണ് വീട്ടിൻ്റെ അടുത്തുള്ളത്. തേങ്ങയൊക്കെ കണ്ടില്ലേ, അവിടെ തേങ്ങയൊക്കെ കിട്ടും. പിന്നെ ചൂലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവെക്കും അവിടെ. പിന്നെ ഇവിടെയായിരുന്നു വലിയൊരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ടായി. ആ മാർക്കറ്റ് ഇവിടുന്ന് മാറിയപ്പോൾ ആണ് ഈ മാർക്കറ്റിൽ കുറച്ച് തിരക്ക് കുറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട്. ഫോട്ടോയൊക്കെ വെക്കുന്ന കട. പിന്നെ നമുക്ക് വീട്ടിലേക്ക് വിടുന്ന എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് അത്രയും അടുത്ത് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ദൂരെ എവിടെ ഒന്നിനും വേണ്ടി. ഇത് കണ്ട, മണ്ണിൻ്റെ ഈ ചിരാത് മൺവിളക്ക് എന്നെല്ലാം പറയുന്നില്ലേ, അതിവിടെ അമ്പലത്തിൽ ഞാൻ വ്യാഴാഴ്ച ശനിയാഴ്ചയൊക്കെ കത്തിക്കും. അല്ലാത്ത ദിവസം പോകുമ്പോൾ എല്ലാം കത്തിക്കും. അപ്പോൾ അതിന് വേണ്ടുന്ന ഇവിടെ ഒരു റെഡ് കളർ സാധനം കാണുന്നുണ്ട്. അതാണ് ചിരവയില്ലേ, നമ്മളെ കൈച്ചിരവെന്ന് പറയും. അത് കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ കോട്ടൺ സാരീസ് കണ്ട. പിന്നെ ഇവിടെ ബംഗാളി കള്ളി എന്നാണ് പറയുക. ബംഗാളീസ് എല്ലാം റെഡ് വൈറ്റ് കോമ്പിനേഷൻ കോട്ടൺ സാരികളാണ് കൂടുതലായിട്ട് അവർ ട്രഡീഷണൽ സാരീസ് നിലയിൽ ഉടുക്കുന്നത്. നോർമൽ റേറ്റിൻ്റെയും ഉണ്ടാവും, ഒരുപാട് പൈസേൻ്റെയും ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ മീൻ മാർക്കറ്റ്. ഇവിടെ എല്ലാത്തരം ഫിഷ് കിട്ടും. തണുപ്പത്ത് കടൽ മീനൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഡാമിൽ വളർത്തുന്ന മീനാണ് കിട്ടുന്നത്. ചെമ്മീൻ കിട്ടും. നമ്മളെ നാട്ടിലെ ഏട്ട കിട്ടും. പിന്നെ കൊയല എന്ന് പറയുന്ന മീനില്ലേ, അത് അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അവരില്ലേ ഇത് വലിയ വലിയ മീനൊക്കെ മുറിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്രഷില്ലേ, ഒരു ടൈപ്പ് ബ്രഷ് കൊണ്ട് അതിൻ്റെ ചൂളിയൊക്കെ അങ്ങനെ കളയുന്നത്. വലിയ മീൻ്റെ അല്ല, അങ്ങനെ കളഞ്ഞിട്ട് നമുക്ക് ഇതാക്കി തരും. അപ്പോൾ എപ്പോഴും നമുക്ക് അത്യാവശ്യം മീൻ മേടിക്കാൻ പോകണമെങ്കിൽ ജസ്റ്റ് വീടിൻ്റെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് കുറച്ചപ്പുറത്ത് തന്നെ മീൻ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ വലിയ മീൻ കണ്ട്, ഇത് കടൽ മീനാണ്. ഈ തണുപ്പത്തേത് വരുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റുള്ള മീനുമാണ്. അപ്പോൾ ഇത്ര അടുത്ത് മീൻ മാർക്കറ്റ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പിന്നെ ഒന്നിനും ദൂരെ അങ്ങനെ പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് നമ്മളിപ്പം നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന, ഉത്തരാഖണ്ഡിൽ താമസിക്കുന്നെല്ലാം പറയുമ്പോൾ എനിക്കൊക്കെ അങ്ങനെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് താമസിക്കുന്നവരെ സ്ഥലമെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്ഥലം എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൻ്റെ അടുത്ത് എങ്ങനെയാണ് നമ്മളിപ്പോൾ പറയുമ്പം ഇല്ല അറിവിനേക്കാളും നമ്മൾ കാണിക്കുമ്പോൾ ഇതാ ചൂല് കണ്ട, ഒരു കട്ടിലിൽ മൊത്തം പിന്നെ ചൂല് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുണ്ടാവും ഇവിടെ ഈർക്കലിൻ്റെ ചൂല് കേട്ടോ. പിന്നെ ഞാനത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് മടഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ തോർത്ത് മോശമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ തോർത്ത് നോക്കുന്നു. ഇത് ഇവിടെ ബംഗാളികൾ ഉപയോഗിക്കുന്ന തോർത്തായത് കേട്ടോ. നമ്മൾ സാധാരണ ഇവിടുത്തെ ആൾക്കാർ അധികം ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അവർ ഈ ടർക്കി പോലെ തന്നെ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് അത് നാട്ടിൽ പോകുമ്പോൾ നമ്മൾ സാധാരണ വാങ്ങൽ, നാട്ടിലെ തോർത്ത് സാധാരണ ഉപയോഗിക്കുക. പിന്നെ കുട്ടികളെല്ലാം ടർക്കിയാണ് ഉപയോഗിക്കുന്നത്. ടവൽ എന്ന് പറയുന്ന സാധനമില്ലേ വലിയ, അപ്പോൾ അത് വാങ്ങിച്ചു അവിടുന്ന്. അങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടന്നു വന്നത്, അല്ലാണ്ട് പ്രത്യേകിച്ച് സാധനങ്ങൾ വാങ്ങാനും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഓക്കേ.